Hey guys and welcome back to Best Car Picks. ടൈഗുണിൻ്റെ പ്രൈസ് ഫോക്സ് വാഗൻ ഇത്രയും പെട്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. സാധാരണഗതിയിൽ ഇവരൊക്കെ വണ്ടി കാണിച്ചിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രൈസ് പറയാറ്. കുഷാക്കിൻ്റെ കേസ് ഏകദേശം അങ്ങനെയൊക്കെ ആയിരുന്നു. കുഷാക്ക് പക്ഷേ 2 മാസം കൂടെ കഴിഞ്ഞിട്ട് പ്രൈസ് പറഞ്ഞ്. എന്തായാലും നമ്മുടെ പുതിയ ടൈഗുൺ ഫേസ് ലിഫ്റ്റ് ഇതിനകത്ത് മെക്കാനിക്കലി ചെറിയൊരു വ്യത്യാസം, പിന്നെ അപ്പിയറൻസ് വൈസ് അല്ലെങ്കിൽ ലുക്ക് വൈസ് കുറച്ച് വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ പ്രൈസ് അവരിപ്പോൾ ഫൈനലി പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ടൈഗുൺ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് വെച്ചാണ് മെയിനായിട്ട് നമ്മളിതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ വെച്ച് ചെയ്യുമ്പം എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ തോന്നി. ആൻഡ് ചില കാര്യങ്ങളിൽ ഈ വണ്ടി ബെറ്ററുമാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് അത് എന്ന് നോക്കാം. അതല്ലാതെ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് എക്സ്റ്റീരിയറിൽ ഫ്രണ്ടിലത്തെ ഗ്രില്ല് മാറി, ഹെഡ്ലൈറ്റ് മാറി, കണക്റ്റഡ് DRL വന്നു, പിന്നെ ഇലൂമിനേറ്റഡ് ഫ്രണ്ട് റിയർ ലോഗോ വന്നു, ബാക്കിലത്തെ ടെയിൽ ലാംപ്സിൻ്റെ ഇൻസൈഡ്സിൽ ചെറിയ വ്യത്യാസം വന്നു. അങ്ങനെയൊക്കെ എക്സ്റ്റീരിയർ ചേഞ്ചസ്. അലോയ് വീൽസ് നമുക്ക് മറ്റേ GT മോഡലും നോർമൽ മോഡലും 17 ഇഞ്ചിൽ തന്നെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതല്ലാതെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ഡാഷ്ബോർഡ് ലേഔട്ടാണ്. പക്ഷേ നമുക്ക് പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നു, പിന്നെ പുതിയ UI ഉള്ള ഇൻഫോടൈം സിസ്റ്റം വന്നു, പാനോറാമിക് സൺറൂഫ് എക്സ്ട്രാ ആഡായി. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെയാണ് ഈ വണ്ടിയിലും വരുന്നത്. അല്ലാതെ ഭയങ്കര ഭീകരമായിട്ട് പറയാനുള്ള ചേഞ്ചസ് ഒന്നും നമുക്കിങ്ങനെ ഈ വണ്ടിയിൽ പറയാനില്ല. ഏതായാലും കുഷാക്കിൽ കൊടുത്ത പോലെ റിയർ സീറ്റ് മസാജിങ് ഫംഗ്ഷൻ ഒന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് എല്ലാം അവർ ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിക്കോട്ടെ, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ്സ്, പിന്നെ വയർലെസ് ചാർജർ, അങ്ങനെ അതിപ്പോൾ ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും 1 ലിറ്റർ TSI ഉണ്ട്, 1.5 TSI ഉണ്ട്. 1 ലിറ്റർ TSIയിൽ നമുക്ക് 6 സ്പീഡ് മാനുവലും 8 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ് കിട്ടുന്നത്. 1.5 TSIയിൽ നമുക്ക് 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് മാത്രമേ കിട്ടുന്നുള്ളൂ. പണ്ട് മാനുവൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ മാനുവൽ ഇല്ല. ഇതൊക്കെ ഓൾറെഡി നമുക്കറിയാം. നിങ്ങളൊന്ന് പ്രൈസ് പറയുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും പറയുന്നത്. സോ നമുക്കിനി ഡയറക്റ്റ് പ്രൈസിലോട്ട് കിടക്കാം. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.99 ഫാൻസി നമ്പർ ഒന്നുമില്ല, 11 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് 19.3 lakhs തീരുന്നു. അതാണ് അവരുടെ ഒരു ഓവറോൾ പ്രൈസിങ്. ഇത് കുഷാക്ക് വെച്ച് കമ്പയർ ആണെങ്കിൽ 30,000 രൂപ ബേസ് മോഡലിന് എക്സ്ഷോറൂം പ്രൈസ് കൂടുതലാണ്. ടോപ്പ് എൻഡിന് 30,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് ആക്ച്വലി കൂടുതലാണ്. നമുക്ക് കുഷാക്കിൻ്റെ മോണ്ടെ കാർലോ, അതായത് ബ്ലാക്ക് ഡോട്ട് റിംസ് എല്ലാം വരുന്ന വണ്ടിയാണ് 18.99 lakhs എക്സ്ഷോറൂം പ്രൈസിൽ കിട്ടുന്നത്. ഇത് പക്ഷേ 19.3 ആണ് ഇതിൻ്റെ സ്പോർട്ട് മോഡൽ, അതായത് ക്രോം ഒന്നും ഇല്ലാത്ത മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത്. ഇനി ക്രോം ഉള്ള വണ്ടിയാണെങ്കിൽ അത് 18.99 lakhs കിട്ടുന്നുണ്ട്. പക്ഷേ കുഷാക്കിൻ്റെ നമുക്ക് മോണ്ടെ കാർലോ അല്ലാത്ത നോർമൽ പ്രസ്റ്റീജ് ടോപ്പിൻ്റെ 18.79 lakhs അടുത്താണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇനി ബേസ് മോഡലിൽ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് 11 lakhs. പക്ഷേ എൻ്റെ ബേസ് മോഡലിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. അതായത് സിൽവർ അലോയ്സ് ഇല്ല, നമ്മുടെ ഓട്ടോ ഡിമിങ് എയർ വ്യൂംസ് വരുന്നില്ല, പിന്നെ മെയിനായിട്ട് നമുക്ക് ഓട്ടോ AC, ഓട്ടോ വൈപ്പർ അങ്ങനെ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ ഒരു സൺറൂഫ് ഇതിനകത്ത് മിസ്സിംഗ് ആണ് ബേസ് മോഡൽ. അങ്ങനെ കുഷാക്കിൻ്റെ ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ലോഡഡായിട്ട് നമുക്കൊരു ബേസ് മോഡലായിട്ട് തോന്നാത്തൊരു മോഡലാണ്. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല. ഇതിനകത്ത് നമുക്ക് ഓട്ടോ AC ഉണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ 7 inches സ്ക്രീൻ, അത് രണ്ടും അതൊക്കെ കോമൺ ആണ്. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു സാധാരണ വണ്ടി പോലെയാണ്. പക്ഷേ കുഷാക്കിൻ്റെ സെക്കൻഡ് ബേസ്, അതായത് സിഗ്നേച്ചറിലോട്ട് വരുമ്പോഴേക്കും 14.6 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ 4 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ആ 4 ലക്ഷം രൂപ ഒരിക്കലും ആർക്കും വെർത്തിട്ടായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഇവർ കുറച്ച് ടാക്റ്റിക്കലായിട്ടാണ് നമ്മുടെ ടൈഗുൺ ഹൈലൈൻ്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത്. 12.7 lakhs എക്സ്ഷോറൂം വരുന്നുള്ളൂ. അതായത് കുഷാക്കിൻ്റെ സിഗ്നേച്ചറിനേക്കാൾ 2 ലക്ഷം രൂപയോളം ഇതിന് എക്സ്ഷോറൂം പ്രൈസ് കുറവാണ്. പക്ഷേ നമ്മൾ കുഷാക്കിൻ്റെ ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ കൂടുതലുണ്ട്. ആ 2 ലക്ഷം രൂപ കൂടുതലിന് നമുക്ക് ഇതിനകത്ത് ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്നില്ല എങ്കിലും കുഷാക്കിൻ്റെ ബേസിക് വേരിയൻറ്റ് നമുക്ക് സാധാരണ 7 inches ഒരു വളരെ ആവറേജ് സ്ക്രീനാണ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് 10.25 inches ടോപ്പ് എൻഡിൽ വരുന്ന അതേ സ്ക്രീൻ കിട്ടുന്നുണ്ട് ഹൈലൈൻ മോഡലിൽ. പിന്നെ ബാക്കി 16 inch വീൽസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് സെയിം ആണ്. ഇതിൻ്റെ അകത്ത് ഹൈലൈൻ മോഡൽ നമുക്ക് മറ്റേ ഇലുമിനേറ്റഡ് DRL, കണക്റ്റഡ് DRL അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇലുമിനേറ്റഡ് ടെയിൽ ലാമ്പും വരുന്നില്ല ടൈഗുണിൻ്റെ കേസിൽ. പക്ഷേ കുഷാക്കിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇലുമിനേറ്റഡ് റിയർ മറ്റേ സ്കോഡയുടെ ലെറ്ററിങ് അതൊക്കെ അവർ ഏകദേശം ബേസ് മോഡൽ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ വേരിയൻസിൻ്റെ ഒക്കെ ഒരു കാര്യം. എനിക്ക് അത് മാത്രമാണ് ഇവർക്ക് ചെയ്തതിൽ വെച്ചൊരു നല്ല കാര്യമായിട്ട് തോന്നിയത്. ഇതിൻ്റെ ഹൈലൈൻ വേരിയൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് കുഷാക്കിൻ്റെ ബേസ് മോഡലിൽ തന്നെ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തായിരുന്നു. ഇതിൻ്റെ അകത്ത് അതുമില്ല. ഹൈലൈൻ മുതലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 1 ലിറ്റർ മോഡൽ 17.18 lakhs അവസാനിക്കുന്നത്. 19.3 ആണ് 1.5ൻ്റെ പ്രൈസ്. അത് ടോപ്പ് എൻഡ് മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ താഴത്തെ വേരിയൻസിലൊന്നും കൊടുത്തിട്ടില്ല. സോ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസ് വേരിയൻറ്റ് അല്ലെങ്കിൽ 1 ലിറ്ററിൽ തന്നെ ടോപ്പ് എൻഡ് അങ്ങനെ ഏതെങ്കിലും നോക്കുകയാണെങ്കിൽ കുഷാക്കായിരിക്കും നമുക്ക് ഏറ്റവും ഒരു കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ തന്നെ, ഓർ പ്രൈസ് കുറവിൽ തന്നെ. ഇനി 1.5 ആണെങ്കിലും അതിൻ്റെ അകത്തും എനിക്ക് വാല്യൂ ഫോർ മണിയുടെ ടേംസിനെ കുറിച്ചുകൊണ്ട് കുഷാക്കാണ് ബെറ്ററായിട്ട് തോന്നിയത്. ഇനി നിങ്ങൾക്ക് അതല്ല ഒരു എക്സ്ട്രാ എഡ്ജ് മറ്റേ ചെറിയ ലൈറ്റായിട്ട് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ ഇത്തിരി സ്പോർട്ടി നേച്ചറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൈഗുൺ കൺസിഡർ ചെയ്യാം എന്ന് മാത്രം. ഇനി അതല്ലാതെ നമുക്ക് ആ ഒരു മിഡിൽ വരുന്നത്, അതായത് കുഷാക്കിൻ്റെ ക്ലാസിക് പ്ലസും സിഗ്നേച്ചറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ടൈഗുണിൻ്റെ ഈ പറയുന്ന ഹൈലൈൻ വേരിയൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ടൈഗുണിൻ്റെ ഹൈലൈൻ വേരിയൻ്റാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം കുറച്ച് ആവറേജ് ആണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ടൈഗുണിൻ്റെ ഹൈലൈനിലാണോ, അത് നമുക്ക് കുഷാക്കിൻ്റെ ബേസ് മോഡൽ കിട്ടാത്തൊരു സംവിധാനമാണ്.
സോ ഗൈസ്, അതാണ് എനിക്ക് ടൈഗുണ്ട പ്രൈസിനെ പറ്റി പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഉറപ്പായിട്ടും താഴെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് കൂടെ ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.